ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഓരോ ദിവസവും ഭഗവാൻ കാരുണ്യത്തോടു കൂടി അനുവദിച്ചു തരുന്ന ഓരോരോ സത്സംഗങ്ങളും നമ്മുടെ ഏതോ ജന്മ സുഹൃതം കൊണ്ടോ ആരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടോ ഓരോ സത്സംഗങ്ങൾ നമുക്ക് അനുഭവമായിട്ട് തീരണു. അപ്പോൾ അതെല്ലാം ഭഗവാന്റെ കൃപയാണ്. നമ്മുടെയൊക്കെ നാമജപത്തിൻ്റെ മഹത്വമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നാമജപത്തിൻ്റെ മഹത്വത്തെ പറ്റി ധാരാളം പറഞ്ഞു. കാരണം പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നല്ല നാമജപത്തിൻ്റെ മഹത്വം എന്നിരിക്കലും. നമുക്ക് പറയുക എന്നുള്ളത് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെ, പറഞ്ഞ് ഒരാളെ അനുസരിപ്പിക്കുക എന്നുള്ളത് സാധിക്കില്ല. പക്ഷേ അത് പറയാനുള്ളൊരു ഭാഗ്യം, അത് പറയാനുള്ളൊരു കൊതി, അത് പറയാനുള്ളൊരു അനുഭവങ്ങളൊക്കെ നമുക്ക് വന്ന് ചേരുക എന്ന് വെച്ചാൽ അതും ഈശ്വരകൃപയാണ്. അറിയുന്നത് പോലെ നമ്മുടെ അനുഭവത്തിൽ നിന്ന് എടുത്ത് പറയുക എന്ന് പറയുമ്പോൾ അത് ഭഗവാന്റെ കാരുണ്യം മാത്രമാണ്. ഓരോ അനുഭവങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെപ്പോഴും അവനവനിലേക്ക് തന്നെ വളരെയധികം ശ്രദ്ധിക്കണം. സ്വയമായിട്ട് ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏതെങ്കിലും ഭാവത്തിൽ ഒരു അഹം ഉയർന്നു വരണുണ്ടോയെന്ന്. അങ്ങനെ ഉയർന്നു വരികയാണെങ്കിലും ഈശ്വരനെ ആശ്രയിച്ചാൽ ഈശ്വരൻ അത് ഇല്ലാണ്ടാക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു തെറ്റ് ചെയ്തിട്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നേക്കാളും ഭേദം തെറ്റ് ചെയ്യാണ്ട് നോക്കുക എന്ന് പറയണതല്ലേ. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുക. പല വിധത്തിൽ ഇന്നത്തെ ഓരോ ദിവസവും രാവിലെ ഇന്ന് ഓരോ ജനങ്ങളും സാധാരണക്കാരായ ഓരോരുത്തരും ഉണർന്നെഴുന്നേൽക്കുന്നത് ഭയത്തോടു കൂടിയിട്ടാണ്. കാരണം നല്ലത് കേൾക്കാനില്ലാത്തൊരു കാലമായിട്ട് പോയി. നല്ലതൊന്നും കേൾക്കാനില്ല, നല്ലതൊന്നും അനുഭവിക്കാനില്ല. എന്നും ദുഃഖങ്ങളും സങ്കടങ്ങളും മാത്രം. പരസ്പരം മത്സരിച്ചുകൊണ്ട് തമ്മിത്തല്ലി കൂടി വെട്ടിക്കീറി കൊന്ന് അങ്ങനെ ജീവിക്കുന്ന ഒരു തലമുറയാണ് ഇപ്പം നമ്മുടെ മുമ്പിൽ. എത്രയോ അധപ്പതിച്ചു. ഒരു നിലയ്ക്കും അങ്ങനെയുള്ള അവരുടെ നേരെ നമ്മൾ കൈ ചൂണ്ടിയിട്ട് തെറ്റാന്നൊന്ന് കൈ ചൂണ്ടിക്കൊണ്ട് കാര്യമില്ല. കാരണം അവരെ അങ്ങനെയാക്കി തീർത്തത് നമ്മൾ തന്നെയാണ്. നമ്മൾ എങ്ങോ ഉപേക്ഷിച്ച നമ്മുടെ മഹത്തായ ആ ധർമ്മം, നമ്മുടെ ആ സനാതനധർമ്മത്തിൻ്റെ അതൊക്കെ നമ്മുടെ കൈമുതലായിരുന്ന നമ്മളുടെ പല വിധത്തിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ നമ്മൾ കൈവിട്ട് കളഞ്ഞു. അതൊക്കെ എന്തിൻ്റെയോ പേരിൽ കൈവിട്ട് കളഞ്ഞു. അതൊന്നും വേണ്ടതല്ല എന്ന് തോന്നി കൈവിട്ട് കളഞ്ഞു.
കൈവിട്ട് കളഞ്ഞതിൻ്റെ പരിണിത ബലങ്ങളാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും നമുക്കൊന്നും മനസ്സിലാവണില്ല. അതാണ് ഏറ്റവും വലിയ ശോചനീയമായിട്ടുള്ള അവസ്ഥ. ഇന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നാളെ നമ്മുടെ അവിടെ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ഭാവത്തിൽ ഇനി വരുന്നവരിലേക്ക് പോലും കാരണം ഈശ്വരനെ എന്താ പറയുക, നമ്മൾ നാമം ജപിക്കുന്നു, ഈശ്വരനോടൊരു പ്രേമഭക്തി ഉണ്ടാവണം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും അത് തെറ്റായിട്ട് തോന്നാം. പക്ഷേ ഭഗവാനോട് അടുക്കും തോറും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു വരുന്നത് സർവഭൂതദയ, എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക, പരസ്പരം നമുക്ക് സഹായിക്കാൻ സാധിക്കുക, നമുക്ക് പരസ്പരം പങ്കുവയ്ക്കാൻ സാധിക്കുക. ആ സ്നേഹമാണ് അടിത്തറയായിട്ട് വരുന്നത്. പണ്ട് കാലത്തുണ്ടായിരുന്ന ആ സ്നേഹത്തിൻ്റെ അടിത്തറയായിരുന്നു അല്ലേ. ഒരു ഗ്രാമത്തിലുള്ളവർ മുഴുവനും ഒരു കുടുംബം പോലെ കഴിഞ്ഞ കാലഘട്ടം അധികം വിദൂരത്തല്ലാണ്ട് നമ്മുടെ ഓർമ്മകളിലുണ്ട്. ഇന്ന് അതൊക്കെ പറയുമ്പോൾ പരിഹസിക്കാറുണ്ട്. ഇപ്പോൾ അതായത് നമ്മളുടെയൊക്കെ കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നോടൊരു ചേച്ചി പറഞ്ഞത്, ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ എന്തുണ്ടോ അത് അടുത്ത് എല്ലാ ദിക്കിലേക്കും അത് കൊടുക്കും, എല്ലാവർക്കും കൊടുക്കും. അവിടെ എന്തുണ്ടാക്കിയാലും നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. അങ്ങനെ അത്രയും സ്നേഹത്തിലാണ്. വൈകുന്നേരങ്ങളിൽ നമുക്കിപ്പോൾ അടുത്ത വീട് പോയാൽ നമ്മുടെ ബന്ധുക്കളല്ല എന്നുണ്ടെങ്കിലും അവിടെ പോയാൽ നമ്മളുടെ ഇഷ്ടപ്രകാരം അവിടെ നിന്ന് എന്ത് ആഹാരമായാലും എന്ത് കാര്യങ്ങളായാലും എടുത്ത് കഴിക്കുക, അങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുപോലെ അവരുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നമ്മളോട് ചർച്ച ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ പരസ്പരം ചർച്ച ചെയ്യുക, ദുഃഖങ്ങൾ പങ്കുവയ്ക്കുക, നല്ല കാര്യങ്ങൾ കുട്ടികളെ ഉപദേശിക്കുക. അപ്പോൾ ഒരു തെറ്റ് കണ്ടാൽ അടുത്ത വീട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമത്തിലുള്ളവരാണെങ്കിലും ആ ഒരു കുട്ടി തെറ്റ് ചെയ്യണ കാണുമ്പോൾ ആ കുട്ടിയെ ശാസിക്കാൻ, അവനെ ശിക്ഷിക്കാനുള്ള ആ അവകാശം എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാരണം ഇന്ന ആളുടെ മകനല്ലേ, എന്നിട്ട് നീ ഇത് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അതുപോലെ നമ്മൾ പരസ്പരം അറിഞ്ഞിരുന്നു. നമ്മുടെ അച്ഛനമ്മമാരെയൊക്കെ പരസ്പരം എല്ലാവരും അറിഞ്ഞിരുന്നു. ഇന്നങ്ങനെയൊന്നുമില്ല അല്ലേ. നമ്മൾ മതിലൊക്കെ കെട്ടിപ്പൊക്കി ഓരോരുത്തരും അവരവരുടെ സ്വകാര്യത. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഇപ്പോഴും എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എല്ലാം കൊണ്ടും എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി എൻ്റെ അടുത്ത് അവർക്ക് പോലും ഒരു മറയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പല പ്രതിസന്ധി ഘട്ടങ്ങൾ, സങ്കടഘട്ടങ്ങൾ ഉണ്ടായിട്ട്. പക്ഷേ അപ്പോൾ ആ ധൈര്യത്തോടു കൂടി പങ്കുവയ്ക്കാനായിട്ടൊരു വിഷമാണ്. കാരണം ഇന്ന് ആരെയും വിശ്വാസമില്ല. അതൊക്കെ പങ്കുവച്ചാൽ ഏതെങ്കിലും വിധത്തിൽ തനിക്ക് തന്നെ ബുദ്ധിമുട്ടായിട്ട് തീരുമോ, അല്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ട് ആരോടും ഒന്നും പങ്കുവയ്ക്കാൻ പറ്റാണ്ട് സ്വയം അവരവരുടെ ഉള്ളിൽ ഒതുക്കിയിട്ട് ആ വേദന മുഴുവനും അനുഭവിക്കുന്ന ഒരു ദയനീയമായിട്ടുള്ളൊരവസ്ഥ. എന്നിട്ട് സന്തോഷം അഭിനയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എല്ലാവരുടെ മുമ്പിലും യാതൊരു പ്രശ്നമില്ല എന്നുള്ള നിലയിൽ അഭിനയിക്കേണ്ടി വരുന്ന ഒരവസ്ഥ ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരവസ്ഥയിൽ ജീവിച്ചിരിക്കുമ്പോൾ എത്രയുണ്ടെങ്കിലും ആ വീർപ്പുമുട്ടൽ പോവും. പണ്ട് നമുക്ക് അങ്ങനെയൊന്നുമല്ല, നമുക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടായില്ല. നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു. അതെ, അകലെ കിടക്കണ ബന്ധുക്കളെക്കാളും നല്ലത് അടുത്ത് കിടക്കണ ശത്രുക്കൾ എന്ന് പറയും. പണ്ട് പരസ്പരം ചിലപ്പോൾ ഒരു നാളികേരത്തിന് വേണ്ടി വഴക്കിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളതും കണ്ടിട്ടുണ്ട്. ഒരു നാളികേരം അപ്പുറത്തെ പറമ്പിലേക്ക് വീണു, അത് ഇവരുടെ നാളികേരമായിരുന്നു. അതിനു വേണ്ടി വഴക്കിട്ടിട്ട് ഈ നാളികേരം എടുത്തുകൊണ്ട് പോയി അതിന് വഴക്കിട്ടു എന്ന് വിചാരിച്ചാലും എന്തെങ്കിലും ഒരു വിഷമം, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇപ്പത്തുണ്ടെന്ന് പറഞ്ഞാൽ ആ വഴക്കൊക്കെ മറന്ന് ഓടി വന്ന് എല്ലാ കാര്യങ്ങളും പരസ്പരം ചെയ്തു കൊടുക്കുക. ഒരു വിവാഹം, ഒരു മരണം, അവിടെയൊന്നും ഒരാളും ഒരു സ്പർദ്ധ വയ്ക്കാറില്ല. ആ സമയത്തൊന്നും വഴക്കും വെക്കാനൊന്നും നോക്കാറില്ലാണ്ട് എല്ലാം മറന്ന് സഹകരിച്ചിരുന്ന കാലം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നിന്ന്, കാരണം നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആരാണ് അതിൽ നിന്ന് വ്യതിചലിച്ചത്? നമ്മൾ തന്നെയല്ലേ.
കാരണം ഇപ്പം നമ്മളുടെ മുൻപുള്ള തലമുറ അങ്ങനെ ചെയ്തിരുന്നു. നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കാലത്ത് അങ്ങനെയായിരുന്നു. നമ്മൾ വന്നപ്പോഴാണ് നമുക്ക് നമ്മുടെ അതിൽ നിന്നൊരു വ്യത്യാസം വന്നത്. ഒന്നായിട്ട് കഴിഞ്ഞിരുന്നവരെ, എല്ലാ കാര്യവും പരസ്പരം തുറന്ന് പറഞ്ഞിരുന്നവരെ, അങ്ങനെയുള്ളവർ പോലും അകന്നിട്ട് ഒരു മനോഭാവമായി. നമുക്ക് ആ പണ്ടത്തെ ആ സ്നേഹം എവിടെയും കാണാനില്ലാണ്ടായി. അങ്ങനെയാണ്. അപ്പോൾ സ്വന്തം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. സ്വന്തം കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സുഹൃത്ത് വന്നിട്ട് സംസാരിച്ച കഥയാണ് എനിക്ക് അത്ഭുതം തോന്നിയത്. സ്വന്തം മക്കളുടെ കുഞ്ഞിനെ പോലും, സ്വന്തം മക്കളാണ്, ആ മക്കളുടെ കുഞ്ഞിനെ പോലും അവർ സംരക്ഷിക്കുന്നത് ഭയത്തോടു കൂടിയിട്ടാണ്. അവർക്ക് ആ കുഞ്ഞിനെ ഒന്ന് അടിക്കാനോ ശാസിക്കാനോ ഉള്ള അധികാരമില്ല. കുഞ്ഞ് തെറ്റ് ചെയ്താലോ അടിക്കാനോ ശാസിക്കാനുള്ള അധികാരമില്ല. ആ കുഞ്ഞ് ഒന്ന് വീഴുകയോ ഒന്ന് കരയുകയോ ചെയ്താൽ അത് ഏറ്റവും വലിയ ഒരു അപരാധമായിട്ട് സ്വന്തം മക്കളുടെ കയ്യിൽ നിന്ന് വഴക്ക് കേൾക്കേണ്ട ഒരവസ്ഥ. അതുകൊണ്ട് ഭയപ്പെട്ടിട്ടാണ്, ഓരോ നിമിഷവും ഭയപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. കാരണം അന്യൻ്റെ അല്ലേ, നമ്മളുടെ അല്ലല്ലോ. സ്വന്തം മകളുടെയോ മകൻ്റെയോ കുട്ടികളെയാണ് നമ്മൾ പറയുന്നത്. അന്യൻ്റെ അല്ലേ, നമ്മളുടെ അല്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും വന്നാൽ എന്ന് പറയണം. എന്നാൽ എനിക്ക് അറിയാം, എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്കറിയാം, അപ്പുറത്തും ഇപ്പം ഞങ്ങളുടെ അപ്പുറത്തും ഇപ്പുറത്തുള്ള വീടുകളിലുള്ള കുട്ടികളെ നമ്മളിവിടെ കൊണ്ടുവന്ന് അവരെ ഒക്കെ ജോലിക്ക് പോണവരുണ്ട്. അപ്പോൾ അവർ ജോലിക്ക് പോണ സമയത്ത് അവിടെ ആ കുട്ടികളെ കൊണ്ടുവന്ന് നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് നോക്കും, നമ്മുടെ കൂടെ നോക്കും. അവർ വീണിട്ടുണ്ടാവും, ചിലപ്പോൾ അവരെന്തെങ്കിലും കുറുമ്പ് കാണിച്ച് നമ്മൾ അടിച്ചിട്ടുണ്ടാവും. അതിനൊക്കെയുള്ളവർ കാരണം അത് ആ വാത്സല്യത്തിൻ്റെ, നമ്മുടെ സ്നേഹവാത്സല്യങ്ങൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നു. ഇത് എല്ലാം കൊണ്ടും നമുക്ക് എവിടെയാണ് നമുക്ക് സ്നേഹമുള്ളത്, എവിടെയാണ് നമുക്ക് സമാധാനമുള്ളത്? ഒന്നുമില്ല. എന്നാൽ ഇതിനൊക്കെ ശാശ്വതമായ പരിഹാരം തന്നെയാണ് ആ ഭഗവാൻ. ഏതാണോ നമ്മൾ ഉപേക്ഷിച്ചത് അതിനെ സ്വീകരിക്കൂ, അതിനെ അനുഭവിക്കൂ. ആ രണ്ട് നേരങ്ങളിലെ ആ ക്ഷേത്രങ്ങളിലൊന്ന് പോയി ആ ഭഗവാനെ തൊഴൂ, അവിടെ ചെന്ന് കുറച്ച് സമയം ഇരിക്കൂ, കുറച്ച് സമയം നാമം ജപിക്കൂ, കുറച്ച് സത്സംഗത്തിലിരിക്കൂ. പക്ഷേ ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ പോലും നമുക്ക് വല്ലാത്ത ദുഃഖമാണ്. കാരണം ഇപ്പുറത്ത് ഒരു ഭാഗത്ത് സത്സംഗം നടക്കണ്ടോ, അപ്പുറത്ത് ഒരു ഭാഗത്ത് ഇരുന്ന് രാഷ്ട്രീയവും ഈ ഇതുപോലെയുള്ള, പറയാൻ ദുഃഖമുണ്ട് എന്നാലും പറയാണ്, ലഹരി ഉപയോഗിക്കണതിൻ്റെ ആസ്വാദനത്തോടു കൂടിയുള്ള വർത്തമാനങ്ങളും ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് അവിടെ ചർച്ച ചെയ്യണു. പിന്നെ അതിലും താഴ്ന്ന പല ചർച്ചകളും അവിടെ നടക്കണു. ഇപ്പുറത്ത് സത്സംഗം നടക്കണു. എന്ത് കാര്യമുണ്ട് ആ സത്സംഗം കൊണ്ട്? നമ്മൾ ഏതൊരു നിലയ്ക്ക് അവിടെ പരിശുദ്ധമാക്കാൻ നോക്കണു ആ ക്ഷേത്ര പരിസരങ്ങൾ, അതേ ആ പരിശുദ്ധി മുഴുവനും ഒരാൾ ഒരു ഭാഗത്തെ കൂടെ അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കണു, മറ്റേ ആൾ ഒരു ഭാഗത്തെ കൂടെ ചെളി ചവിട്ടി കയറി വന്ന് അവിടെ മുഴുവൻ ചവിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. അങ്ങനത്തെ ഒരവസ്ഥ തന്നെയാണ് എവിടെയും നടക്കുന്നത്. ഇപ്പോൾ സത്സംഗങ്ങളൊക്കെ എല്ലാ ദിക്കിലും ഇപ്പോൾ ധാരാളം ഭാഗവത സപ്താഹങ്ങളുണ്ട്, സാധാരണ പ്രഭാഷണങ്ങളുണ്ട്. പണ്ടത്തേക്കാൾ അധികമായിട്ട് ജനത്തിരക്കുണ്ട്, ഓരോരോ വിശേഷങ്ങളുണ്ട്. പക്ഷേ ഭഗവാനോടുള്ളൊരിഷ്ടം, ആ ഒരു പ്രേമം, അത് കൂടി വന്നോ കുറഞ്ഞു വന്നോ? നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടി വന്നോ കുറഞ്ഞു വന്നോ? ആലോചിച്ച് നോക്കൂ. ആരും നിർബന്ധിച്ചിട്ടൊന്നുമല്ല നമ്മൾ പണ്ട് പോയിരുന്നത്. ക്ഷേത്രത്തിലൊക്കെ പോകാൻ എന്നോട് ചോദിക്കുക, എങ്ങനെയാണ് ഈ കൃഷ്ണനോട് ഇത്ര ഇഷ്ടം ഉണ്ടായെന്ന് ചോദിച്ചു. എനിക്കറിയില്ല. നമ്മൾ നമുക്കൊരു ബോധം ഉണ്ടായ സമയം തൊട്ടിട്ട് നമ്മൾ കാണുന്നത് അതാണ്. നമ്മുടെ അച്ഛനമ്മമാർ ചെയ്തിരുന്ന പ്രവൃത്തി അതാണ്. ആരും നമ്മളോട് നിർബന്ധിച്ചിട്ടില്ല നാമം ജപിക്കൂ, ഈശ്വരനെ തൊഴൂ, പൂജ ചെയ്യൂ എന്ന് നിർബന്ധിച്ചിട്ടില്ല. പക്ഷേ അവരത് ചെയ്യുമ്പോൾ അവരെ പോലെ ചെയ്യാൻ നമുക്കൊരു കൊതി. അപ്പം നമ്മൾ അങ്ങനെ ചെയ്തു, നമ്മളത് അനുഷ്ഠിച്ചു വന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കളും അങ്ങനെ ആയേനെ. രാത്രി കിടന്നിട്ട് ധനത്തിന് ധനമുണ്ട്, എല്ലാവിധത്തിലുള്ള സുരക്ഷിതത്വമുണ്ട്, എല്ലാം മേടിക്കാനായിട്ട് നല്ല വസ്ത്രമുണ്ട്, നല്ല
കിടക്കാൻ നല്ല കിടക്കയുണ്ട്, മുറിയിൽ ചൂടും തണുപ്പും അനുസരിച്ച് അവൻ AC ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഉറങ്ങാൻ പറ്റണില്ല. ഉറങ്ങാനായിട്ട് ഇങ്ങനെ കിടന്ന് കഴിയുമ്പോഴേക്കും ആകെ കൂടി ഒരു പരിഭ്രമം വരണു. ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ ദുസ്വപ്നങ്ങളുടെ ഒരു തിരമാല അടിച്ചു കയറുക. പിന്നെ ഉറങ്ങാൻ പറ്റില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നേരം വെളുപ്പിക്കുക. എന്തിൻ്റെ കുറവെന്ന് വെച്ചാൽ ഒന്നിൻ്റെയും കുറവില്ല. മനസ്സ് ശാന്തമാവാൻ ഈശ്വരനാമം ജപിക്കാൻ പറയുമ്പോൾ പറയാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടൊന്നുമല്ല അതിങ്ങനെ വരണേ എന്നല്ല. അത് ഒരിക്കലും അതാ എന്തോ ഒരു അബദ്ധം ചെയ്യുന്നത് പോലെ, എന്തോ ഒരു തെറ്റ് ചെയ്യണ പോലെയാണ് ആ ഒരു ഭഗവത് കഥകൾ കേൾക്കുക, ഈശ്വരനാമം ജപിക്കുക എന്നൊക്കെ പറയുമ്പോൾ. ക്ഷേത്രങ്ങളിൽ ധാരാളം വഴിപാടുകൾ ഇപ്പോൾ പലരോടും പറയുമ്പോൾ ഇങ്ങനെ ദുഃഖങ്ങളും ദുരിതങ്ങളും പലരോടും പറയുമ്പോൾ പറയും, എന്നാൽ ഒരു കാര്യം ചെയ്തോളൂ, വഴിപാടുകളൊക്കെ കഴിച്ചോളൂ, ഞാൻ പൈസ അത്രയും അയച്ചു തരാം, അങ്ങനെ പറയണ്ടേ. അപ്പോൾ പൈസ അയച്ച് വഴിപാട് ചെയ്തത് കൊണ്ട് മാത്രം എന്താ കാര്യം? അതേസമയം നമുക്ക് സാധിക്കില്ല. അങ്ങനെയുള്ളവരുണ്ട്. നമുക്കിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മുല്ലോർലി തേവരുടെ അടുത്ത് വന്ന് തൊഴണം, നമസ്കരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. തേവരുടെ മഹത്വം, ഗുരുവായൂരപ്പൻ്റെ മഹത്വം, അവിടുത്തെ അനുഭവം ഒക്കെ നമുക്കറിയാം. അവിടെ നമ്മളുടെ യഥാശക്തി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് അടുത്തല്ല നമ്മൾ, അതുകൊണ്ട് നമുക്ക് വന്നെത്താൻ പറ്റണില്ല എന്നുണ്ടാവുമ്പോൾ നമ്മൾ പറയുകയാണ്, അവിടെ ഇപ്പോൾ ഇന്ന ദിവസം എൻ്റെ പിറന്നാളിന് ഒരു ദിവസം അവിടെ പൂജ കഴിക്കണം, പുഷ്പാഞ്ജലി കഴിക്കണം എന്ന് പറഞ്ഞ് പൈസ തരണു. ശരി, അതവിടെ സമർപ്പിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഞാൻ പലപ്പോഴും ചെയ്യാറുണ്ട്, അവിടെ ഏൽപ്പിക്കാറുണ്ട്. വഴിപാടുകൾ അറിയണവരോട് പറഞ്ഞ് ഏൽപ്പിക്കാറുണ്ട്, പലരും പറഞ്ഞിട്ട്. പക്ഷേ ഇത് ഏൽപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ശരീരം കൊണ്ട് എത്തിപ്പെട്ടാൻ പറ്റില്ലെങ്കിലും മനസ്സുകൊണ്ട് ആ തിരുനടയിൽ വന്ന് എത്തി നിന്നിട്ട് അവിടെ നിന്ന് ഉറക്കെ നാമം ജപിക്കണം. ആ നാമജപം തന്നെയാണ് മഹത്വം. അവിടെ നിന്ന് ഉറക്കെ നാമം ജപിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ പറയണ്ടായില്ലേ എൻ്റെ കൂട്ടുകാരിയുടെ കാര്യം, നാമജപത്തിൻ്റെ മഹത്വം അനുഭവിച്ചറിഞ്ഞത്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. പലതും പറയാൻ പറ്റണതും പറയാൻ പറ്റാത്തതുമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അത് ഓരോരുത്തർക്കുടെയും അനുഭവത്തിൽ അങ്ങനെ ഉണ്ടാവും. നമ്മൾ ഈശ്വരനിൽ നിന്ന് എന്തു വാങ്ങണം എന്നല്ല, ഈശ്വരനിൽ നിന്ന് നമ്മൾ എന്താണ് വാങ്ങേണ്ടത്, എന്താ ചോദിച്ച് വാങ്ങേണ്ടത് പോലും നമുക്കറിയില്ല. ഭാഗവതത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. ദശമത്തിലെ 88ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു ആ കഥ വരണത്. അതിൽ വൃഗാസുരൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ആ വൃഗാസുരനെ തന്നെയാണ് പലരും ഭസ്മാസുരനായിട്ട് പറയണതും. ആ കഥ പല വിധത്തിലും പറയപ്പെടുന്നുണ്ട്. ഇതിൽ പറയുന്ന ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്ന് വരം നേടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് ആരെ വേണം ഭജിക്കാൻ എന്നുള്ളത് ചോദിക്കണു. ശ്രീനാരദ മഹർഷി സാക്ഷാൽ മഹാദേവൻ്റെ നാമം പറഞ്ഞു കൊടുക്കണു. സാക്ഷാൽ മഹാദേവനാണ്. ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ. അച്ഛനോട് തന്നെയല്ലേ ചോദിക്കാൻ നല്ലത്. അച്ഛനോട് ചോദിച്ചാൽ, കുട്ടികൾ ചോദിച്ചാൽ തരാണ്ടിരിക്കുക, അച്ഛനോട് ചോദിക്കും. പക്ഷെ അച്ഛൻ അമ്മയുടെ പോലെയല്ല, അല്ലേ? അമ്മയുടെ പോലെയല്ല അച്ഛൻ. നല്ലോണം കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നല്ലോണം ആ മകന് അതിന് യോഗ്യതയുണ്ടോയെന്നൊക്കെ നോക്കിയിരിക്കും. അപ്പം അങ്ങനെ തപസ്സൊക്കെ ചെയ്തു, പല വിധത്തിൽ തപസ് ചെയ്തിട്ട് കാണാണ്ടായപ്പോൾ തൻ്റെ ശരീരത്തിൽ ഓരോ ഭാഗങ്ങൾ മുറിച്ച് തപസ് ചെയ്യാൻ തുടങ്ങി, പൂജ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് കഴുത്ത് വെട്ടാൻ പോയപ്പോഴേക്കും ഭഗവാൻ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നോക്കണം ഭഗവാന്റെ ആ ഒരു ഈശ്വര സാമീപ്യം ഉണ്ടാവാൻ, ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവാൻ നമ്മൾ എത്രയ്ക്കധികം ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം കൊണ്ടും നമ്മൾ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് കാണിച്ചു തരികയാണ് ആ വൃഗാസുരൻ. നമ്മൾ ഭസ്മാസുരൻ എന്നൊക്കെ പലരും പറയേണ്ട, ഏതായാലും അങ്ങനൊരു പേര് ആ ഭസ്മാസുരൻ എന്ന് പറയുന്നത്. പക്ഷെ ഭസ്മാസുരൻ എന്ന് ഭാഗവതത്തിലെ വൃഗാസുരൻ എന്ന് തന്നെയാണ് പറയണത്. വേറെ വല്ല പുരാണങ്ങളിലും അങ്ങനെ ഉണ്ടോ എന്നുള്ള കഥ എനിക്ക് അറിയില്ല. അവസാനം എന്താ വരം ചോദിക്കണത്?
എന്ത് വരാ വേണ്ടതെന്ന് പറഞ്ഞാൽ ചോദിക്കണത്. അപ്പോൾ വരം ചോദിക്കാൻ നിൽക്കണ സമയത്ത് അതാണ് ഭഗവാനോട് എന്തു ചോദിക്കണം എന്ന് നമുക്ക് അറിയണില്ല. എന്ത് ചോദിക്കണം ഭഗവാനെന്ന് നമുക്ക് അറിയില്ല. അപ്പം ചോദിച്ചാൽ ചോദിക്കുന്നത് തരും, ചോദിച്ചില്ലെങ്കിൽ അറിഞ്ഞു തരിക. അപ്പോൾ നമുക്ക് എന്താണോ വേണ്ടത്, എനിക്കറിയില്ല എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് തന്ന് എനിക്കിതാ ഈ ജനന മരണങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഏതാണോ ശ്രേഷ്ഠമായത് അതിനെ തന്ന് അനുഗ്രഹിക്കണം എന്നാണ് പറയണതെന്ന് വെച്ചാൽ കുഴപ്പമില്ല. അവിടെ വരം ചോദിക്കാനായിട്ട് ഭഗവാൻ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ജഗതപിതരോ വന്ദേ പാർവതി പരമേശ്വരോ. ആ ഭഗവാനോട് കൂടി എപ്പോഴും ശ്രീ പാർവതി ഉണ്ടാവും. അപ്പോൾ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ശ്രീ പാർവതിയെ കണ്ടതോടു കൂടിയിട്ട് ആഗ്രഹം വഴി മാറിപ്പോയി. ആസുരിക ഭാവം ഉണർന്നു, മൃഗൻ്റെ ആസുരിക ഭാവം ഉണർന്നു. അപ്പം എന്തു വരം ചോദിച്ചു? ഞാൻ ആരുടെ ശിരസ്സിൽ കൈവയ്ക്കണോ അവർ ഭസ്മമായി പോകണം എന്നുള്ള വരാണ് ചോദിക്കണത്. എന്തുകൊണ്ടാണ് അത് ചോദിച്ചതെന്ന് വെച്ചാൽ അതിന് ഒരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ശിവൻ്റെ തലയിൽ ശിവനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതോടുകൂടി ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമൊക്കെ ഉണ്ട്, അതില്ലായില്ല. ഭഗവാൻ പറഞ്ഞ വരം തെറ്റില്ല എന്നും അദ്ദേഹത്തിന് അറിയാം. അപ്പം തൻ്റെ കൈ ഭഗവാന്റെ ശിരസിൽ വെച്ച് ഭഗവാനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയാൽ ആ പാർവതിയെ തനിക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു ദുരാഗ്രഹം തോന്നി. നമ്മളും ഈശ്വരനോട് ആലോചിച്ച് നോക്കൂ. ഈ വൃഗൻ നമ്മുടെയൊക്കെ നമ്മൾ തന്നെയല്ലേ ഈ വൃഗൻ എന്ന് ആലോചിച്ച് നോക്കൂ. എന്താ വരം ചോദിക്കേണ്ടതെന്ന് നമുക്ക് ഈശ്വരനോട് പലതും നമ്മൾ ചോദിക്കണം. അതൊക്കെ പലതും നമ്മുടെ നാശത്തിന് കാരണമാകും. അപ്പം മനസ്സിൽ നിന്ന് ഇതുവരെ ഈശ്വരനെ ഭജിച്ചത് ഏകാഗ്രമായ ആ ദൃഢതയോടുകൂടി ആ ഭഗവാനിൽ മനസ്സ് ചേർത്ത് വെച്ച് സാക്ഷാത്കാരം നേരണം. ആ ഒരു നിമിഷം മനസ്സ് പതറി മായയിലേക്ക് മനസ്സ് പോയപ്പോൾ എന്തുണ്ടായി? വരം ചോദിച്ചത് ഇങ്ങനെയായിപ്പോയി. ആ വരത്തോട് കൂടിയിട്ട് ശിവനെ എല്ലാവരും പറയും ശിവൻ്റെ ശിരസ്സിൽ തൊടാൻ നോക്കിയപ്പോൾ ശിവൻ പേടിച്ചോടിയെന്ന്. അങ്ങനെയൊന്നുമല്ല. ശിവൻ അകന്നകന്ന് പോവാൻ കാരണം വെച്ചാൽ മംഗളമായിട്ടുള്ളതെല്ലാം ആസുരിക ഭാവം വന്നപ്പോൾ മംഗളമായിട്ടുള്ളതെല്ലാം അകന്നകന്ന് പോയി. ഈശ്വരഭാവം നമ്മുടെ ഉള്ളിൽ നിന്ന് അകന്നു പോയി. ആസുരികമായിട്ട് പലതിനെയും നേടാൻ വേണ്ടിയിട്ട് ഈശ്വരഭാവം നമ്മളിൽ നിന്ന് അകന്നു പോയി. എന്നിട്ട് ഏത് ഒന്നിനു വേണ്ടിയിട്ടാണോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയത് അല്ലേ? പലതും ചോദിച്ചിട്ട് അവർ നശിക്കണം ഇവർ നശിക്കണം എന്നൊക്കെ ആലോചിച്ചിട്ടൊക്കെ നമ്മൾ പല ശത്രു സംഹാര ശത്രുതാ സംഹാര പുഷ്പാഞ്ജലിയാണ്. അതിന് നമ്മൾ ശത്രു സംഹാര പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കും. ശത്രു സംഹാര പുഷ്പാഞ്ജലി കഴിപ്പിച്ചാൽ ആദ്യം തന്നെ ശരിക്കും നശിച്ചു പോകേണ്ടത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹ മത മാത്സര്യങ്ങൾ തന്നെയാണ് ശത്രുക്കളായിട്ട് വരുന്നത്. അപ്പോൾ ശത്രു എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് നമ്മളെ എന്താണോ നശിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ദുരാഗ്രഹങ്ങൾ പലതിനെയും കണ്ട് മോഹിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മൾ അത് വേണം, അത് നടക്കണം, എനിക്കൊരു വീടുണ്ടാവണം, എനിക്കൊരു കാറുണ്ടാവണം, എനിക്ക് നല്ല ഭാര്യ ഉണ്ടാവണം, ഇതൊക്കെ ചോദിക്കുന്ന അസുരന്മാർ തന്നെയാണ്, വൃഗൻ തന്നെയാണ്. നമ്മളൊക്കെ ആസുരിക ഭാവമുള്ളത് കൊണ്ടാണ് അസുരൻ എന്ന് ചേർത്ത് പറയണത്. ആസുരികമായിട്ട് എന്ത് നട്ടത് നേടുക. അപ്പോൾ ഈശ്വരനിൽ നിന്ന് അകന്നു. അതിന് നമ്മൾ ന്യായം പറയും അല്ലേ? ന്യായം പറയണത് എന്താണ്? ഇതൊക്കെയാണ് പറഞ്ഞേക്കണത്. ഒരു വീടും കുടുംബമായിട്ട് കഴിയണവർക്ക് ഏതു നേരം നാമം ജപിച്ചാൽ പറ്റില്ല, ഏതു നേരം അമ്പലത്തിൽ ചെന്നിരുന്നാൽ പറ്റില്ല. അതിനൊക്കെ പരിധിയുണ്ട്. അത് എപ്പോഴും വിളിക്കാൻ പാടില്ല, എപ്പോഴും ചെല്ലാൻ പാടില്ല, അങ്ങനെ പറയരുത്, ഇങ്ങനെ പറയരുത്, ഇത്ര സമയം ഒരു 10 മിനിറ്റ് കൂടുതൽ നാമം ജപിച്ചാൽ പറയും ഇന്നെന്താ സന്യസിക്കാൻ പോവുകയാണോ? അങ്ങനെയൊക്കെ സന്യസിക്കുകയാണെങ്കിൽ ഇവിടെ സന്യാസിമാരെ കൊണ്ട് നിറഞ്ഞേനെ. അപ്പം അങ്ങനെ പറഞ്ഞ് ഈശ്വരനിൽ നിന്ന് വിമുഖത കാട്ടിയിട്ട് കാരണം ഭഗവാനോട് കൂടുതൽ അടുത്ത് കഴിഞ്ഞാൽ ലൗകികമായ ഈ സൗഖ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടാലോ എന്നാണ് നമ്മുടെ വിചാരം. പക്ഷേ ഇപ്പം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് സുഖമാണോ എന്ന് ആലോചിച്ച് നോക്കൂ. രോഗങ്ങളെ കൊണ്ടും പറ്റില്ല. ഇപ്പം നമ്മളൊരു യാത്ര പോവുകയാണ്, ഉദാഹരണം എടുത്തോട്ടെ, ഒരു യാത്ര പോവുകയാണ് നമ്മൾ. എന്താ പറയുക,
വിനോദയാത്ര പോണ സമയത്തൊക്കെ ബുക്ക് ചെയ്തു, കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ എത്ര കാലം നമ്മൾ, ഒരുപാട് കാലം നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കി ധനം ഉണ്ടാക്കിയിട്ടൊക്കെയാണ് നമ്മൾ പോണത്. ആ ധനം മുഴുവനും അതിൽ നിന്ന് ആ ധനം ചിലവായി. എന്തിനു വേണ്ടിയിട്ട്? ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട്. ശരി, എന്നാൽ ഈ യാത്ര പോകുന്നിടത്തൊക്കെ കാണുന്നതിനെ വേണ്ടതുപോലെ ആസ്വദിക്കുന്നുണ്ടോ? അത് പലരും ഇല്ല. അപ്പോഴും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഈ ഫോൺ കയ്യിലുള്ളതുകൊണ്ട് പോയാലും താനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിഞ്ഞ് ഫോൺ അങ്ങനെ തിരിഞ്ഞിട്ട്, കാരണം എവിടെയും ഞാനില്ലെങ്കിൽ ശരിയാവില്ല എന്നുള്ളൊരു ഭാവം നമ്മുടെ ഉള്ളിലുണ്ടല്ലേ. അപ്പം അങ്ങനെ വിചാരിച്ച് അതിന് മനസ്സ് തട്ടി ഇതിൽ മനസ്സ് തട്ടി, അല്ലെങ്കിൽ പല വിധത്തിൽ ആ മാനസികമായിട്ട് സമ്മർദ്ദം തന്നെയാണ് യാത്രയിൽ. ഒരു സ്നേഹത്തോട് കൂടിയിട്ട് പരസ്പരം എല്ലാം മറന്ന് ഒരു യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ആലോചിച്ച് നോക്ക്. വെറുതെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് യാത്ര ചെയ്തിട്ട് എന്താ കാര്യം? അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? പിന്നെ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ, കാരണം ശാരീരികമായിട്ട് പല വിധത്തിലുള്ള രോഗങ്ങളായി ദുരിതങ്ങളായി, പിന്നെ അതിന് ആശുപത്രിയെ കൊണ്ട് നടക്കലായി, ഇതിലിരട്ടി പൈസ വീണ്ടും ചിലവാക്കലായി. അപ്പോഴും സമാധാനമില്ല. പോയതെങ്കടാ വിനോദയാത്രയ്ക്കാണ് പോയത്. അത് അത് നമുക്ക് ഒരു ശാന്തി സമാധാനം തരുന്നുണ്ടോ എന്നുള്ളത്. യാത്രകൾ പോകണ്ടെന്നല്ല, യാത്രകൾ പോകണം. അതിനെ ആസ്വദിക്കാനായിട്ട് പോകണം. ഓരോന്നിനെ ആസ്വദിക്കാൻ. ഒരു കാര്യത്തിൽ പോകുമ്പോൾ മറ്റേ കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മാറ്റി വയ്ക്കുക. അപ്പം നമ്മൾ ജോലിയിലാണ് വ്യാപൃതനായിരിക്കണമെന്ന് വെച്ചാൽ അതിനിടയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ ഫോൺ വിളിച്ചാൽ നമ്മൾ ഫോണൊന്നും എടുക്കില്ല, സംസാരിക്കില്ല, വന്നിട്ടാവാം. ഇതിപ്പോൾ ഞാനൊരു കാരണം എത്ര ആത്മാർത്ഥത ജോലിയോടുണ്ട്, അത്രയും ആത്മാർത്ഥത അവനവനോടും വേണം, അവനവൻ്റെ കുടുംബത്തോടും വേണം. വീട്ടിൽ നിന്ന് എങ്ങനെയാണോ ഓഫീസിലിരിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതേ ആൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത ദിവസം രാവിലെ ആവാം എന്ന് പറഞ്ഞിട്ട് ഈ ഓഫീസിലെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല. വീട്ടുകാരോട് കൂടി സന്തോഷമായിട്ടിരിക്കണം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. അങ്ങനെ ആരാളെ അങ്ങനെ. അപ്പോഴും അവർക്ക് ടെൻഷനാണ്. അവരുടെയൊക്കെ വിചാരം എന്താ വെച്ചാൽ നമ്മളൊരാളില്ലെങ്കിൽ ഇത് വേണ്ടതുപോലെ നടക്കില്ല എന്നാണ്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുമ്പ് ഇതെങ്ങനെ നടന്നിരുന്നു, നമ്മുടെ കാലശേഷം ഇതെങ്ങനെ അവിടെ നടക്കണമെന്നുള്ളത് ആലോചിച്ച് നോക്കൂ. ഇനി നമ്മളിവിടുന്ന് ഒറ്റ പോക്കാൻ അങ്ങോട്ട് പോകും. ഇതുവരെ വരെയും പോവുകയും ചെയ്ത് ഓരോ ദിക്കിലേക്ക് ഇനി അവിടുന്ന് ഒരു പോക്ക് പോവാണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെ ആര് നേരെയാക്കി നടത്തും? ഇങ്ങനെ. അപ്പോൾ ഈ ലൗകികമായ ഇതൊക്കെ സുഖമാണ് എന്ന് നമുക്ക് തോന്നണം. ധാരാളം പണം ഉണ്ടായാൽ സുഖമാണ്, ധാരാളം ആഭരണങ്ങൾ ഉണ്ടായാൽ നല്ലതാണ്, അങ്ങനെയൊക്കെ. പിന്നെ ആദിയായി കള്ളം വരുമോ അത് മോഷ്ടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ ചെയ്യുക, എന്നും ആദിയാണ്. ഒരു കാര്യത്തിന് ആലോചിച്ചിട്ട് ഒരു സമാധാനമായിട്ട് സംതൃപ്തമായിട്ട് ജീവിക്കാൻ ഇന്ന് ഒരാൾക്കും സാധിക്കണില്ല. എന്നിട്ടും ഇതിനെ വിടാൻ നമുക്ക് പറ്റണില്ല. ഇതെങ്ങാനും ഈശ്വരനോട് നാമം ജപിച്ചാൽ, ക്ഷേത്രത്തിൽ പോയി കുറച്ച് സമയം ഇരുന്നാൽ, നാമം ജപിച്ചാൽ, സത്സംഗം കേട്ടാൽ, മനസ്സ് ഇതിൽ നിന്നൊക്കെ വിട്ടിട്ട് ഈശ്വരനോട് കൂടി ചേർന്നാൽ ഈ സുഖമൊക്കെ ഇല്ലാണ്ടാവില്ലേ എന്ന് വിചാരിക്കും. ഒട്ടകം എന്ത് ചെയ്യണ പോലെ, മുള്ള് തിന്നണ പോലെ. ഒട്ടകം മുള്ള് തിന്നുമ്പോൾ അതിങ്ങനെ കടിച്ച് തിന്നുമ്പോൾ ആ മുള്ളിനൊരു സ്വാദൊന്നുമില്ല. പക്ഷേ അതിൻ്റെ വായ മുറിഞ്ഞിട്ട് അതിൻ്റെ ചോര തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ വിചാരം ഈ ഒരു മുള്ളിൻ്റെ സ്വാദാണ് അതൊന്ന്. അതുപോലെയാണ് നമ്മളുടെ ഒരവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്ന് അത് തന്നെയല്ലേ ഇപ്പോൾ ഇവിടെ ഈ ഭസ്മാസുരനും ചെയ്തത്. ഭസ്മാസുരൻ പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഈശ്വരൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ പല കാര്യത്തിനും വേണ്ടി ഈശ്വരൻ്റെ പിന്നാലെ അമ്പലത്തിലേക്ക് പോകണു, ആ വഴിപാട് കഴിക്കണു, ഈ വഴിപാട് കഴിക്കണു, അങ്ങനെയൊക്കെ നമ്മൾ നടക്കണു. അപ്പോൾ ഈശ്വരൻ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരഭാവം അകന്നകന്ന് ഈ ലൗകികത്തിൽ തന്നെ നമ്മൾ തീർന്നു. അതാണ് ഈ വൃഗാസുരൻ്റെ കഥ പറയണത്. ആ സമയത്ത് ആ ഒരു വരം അവസാനം എന്തുണ്ടാവും? കാരണം തൻ്റെ ആ ഭക്തൻ ഇല്ലാണ്ടാവുക എന്ന് വിചാരിച്ചാൽ ആ ഭക്തന് ഈ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും ഇനി എന്തുണ്ടാവും?
പൂർവ്വ ജന്മാർജിതം ആയിട്ടുള്ള കർമ്മങ്ങൾ മുഴുവൻ ഇനിയും ജന്മജന്മാന്തരങ്ങളെ വരുത്തി തീർക്കൂലേ. അപ്പോൾ അങ്ങനെ ഒരു ജീവൻ കഷ്ടപ്പെടുന്നതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഭഗവാൻ എന്താ, ഭഗവാൻ തന്നെ വീണ്ടും ആ മഹാദേവൻ തന്നെ അല്ലെ, ശങ്കരനാരായണനാണല്ലോ, എല്ലാം ഒന്ന് തന്നെ. ആ നാരായണ രൂപത്തിൽ വന്നിട്ട് പറയും, ഇതൊക്കെ വെറുതെയാണ്, അങ്ങനെയൊന്നുമില്ല, നീ നിൻ്റെ തലയിൽ തന്നെ കൈ വെച്ച് നോക്കൂ എന്ന് പറയുമ്പോൾ ആ കൈ തലയിൽ വെച്ച് നോക്കുക, ശരിയാണ് വിചാരിച്ചിട്ടൊന്ന് വെച്ച് നോക്കുമ്പോൾ അത് ഒരു പിടി ഭസ്മമായിട്ട് തീർന്നു. അങ്ങനെ ആ ഭസ്മാസുരൻ്റെ കഥ പറയുന്നു. പക്ഷെ ഭഗവാൻ ആ ഭസ്മം പോലും തൻ്റെ ശരീരത്തിൽ അണിഞ്ഞിട്ട് ആ ഭക്തനെ മുക്തി നൽകാനായിട്ടാണ് ഭഗവാന്റെ സാക്ഷാൽ മഹാദേവൻ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ, താൻ പലതും നേടി ഈ ഐഹികമായ സുഖങ്ങളുടെ പിന്നാലെ പുറകെ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നമുക്ക് ഒരു തോന്നൽ വരികയാണ്. ആ തോന്നലിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം ഇതൊക്കെ വെറുതെയാണ്. ഇതൊക്കെ അവനവൻ്റെ നാശത്തിന് തന്നെ കാരണമാണ്. മക്കളായാലും ബന്ധുക്കളായാലും സ്വത്തായാലും മുതലായാലും അല്ലേ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് തിരിയണം. അപ്പോൾ ആരുടെ കഥയാണ് ഈ വൃഗാസുരൻ്റെ കഥ അഥവാ ഭസ്മാസുരൻ്റെ കഥ? അല്ലേ, രണ്ട് വിധത്തിലും കഥ പറയുന്നുണ്ട്. അത് മറ്റുള്ള ഈ ഒരു കഥ ഭാഗവതത്തിലാണ്. മറ്റേ കഥ എവിടുന്നാണ് വന്നതെന്ന് എനിക്ക് നിശ്ചയമില്ല. കേട്ടിട്ട് ചെറുപ്പത്തിൽ ഓർമ്മ വെച്ച കാലം മുഴുവൻ കേട്ടിട്ടുണ്ട് ഭസ്മാസുരൻ്റെ കഥ. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ട് അത് അവരിൽ നിന്ന് ദോഷമായിട്ട് നമുക്ക് ഭവിച്ചാൽ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആയില്ലോ അത് എന്ന് പറയണ കേട്ടിട്ടുണ്ട്. അപ്പം ഈ കഥയുടെ ഉള്ളിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് കൂടുതൽ അപ്പം നോക്കാം. കാര്യമുള്ളൊരു കാര്യമാണെങ്കിൽ ഇപ്പം ഭാഗവതത്തിൽ പല കഥകളും പറയണതിൻ്റെ ഇടയ്ക്ക് പുരഞ്ജനി എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയുന്നുണ്ട്. പിന്നെ ഓടി കാട്ടിലേക്ക് പോയ ഒരു ആളുടെ കഥയായിട്ട് പറഞ്ഞു തന്നിട്ട് നമ്മുടെ ജീവിതത്തിനെ പറയുന്നത്. അപ്പം അങ്ങനെ പറയുന്ന പല കഥകളായിട്ട് വരുന്നത് വെറും കഥകളാണെങ്കിലും അതിൽ കാര്യമുണ്ടെങ്കിൽ അതിന് പ്രസക്തം തന്നെയാണ് ആ കഥകൾ. അപ്രസക്തം എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മളും ഭസ്മാസുരൻ്റെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിലും അങ്ങനെ മഹാദേവനോട് വരം വാങ്ങിയത് തന്നെ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ അതിലൊരു വ്യത്യാസം വരുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ആ വരം കൊടുത്തത് ആ മഹാദേവനാണ്. പക്ഷേ അവിടെ ആ സാക്ഷാൽ ശ്രീമൻ നാരായണൻ മഹാവിഷ്ണു തന്നെ തൻ്റെ മായാരൂപത്തിലെ ഒരു മോഹിനിയായിട്ട് വന്നിട്ട് അല്ലേ, പാട്ടിലും സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഭാഗം. അത് എങ്ങനെയാണ് കഥ വന്നതെന്നുള്ളത് നിശ്ചയമില്ല, എങ്കിലും അത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. അല്ലെ, പാലായി കടഞ്ഞെടുത്തൊരഴകാണു ഞാൻ എന്നുള്ളൊരു പാട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആ നൃത്തം ചെയ്തിട്ട് ഈ നൃത്തം ചെയ്ത് അതുപോലെ തന്നെ ഈ അസുരനും അതെ നൃത്തത്തിൽ സംഗീതത്തിൽ അതിലൊക്കെ താല്പര്യമുള്ളവർ തന്നെയാണ് ഒപ്പം നൃത്തം ചെയ്തിട്ട് ആ ശിരസ് കയ്യിൽ വയ്ക്കുമ്പോൾ അങ്ങനെ ഭസ്മമായിട്ട് പോകണു എന്നുള്ളൊരവസ്ഥ. അപ്പം എങ്ങനെയാണ് ആ ഭസ്മമാവാൻ കാരണം ഉണ്ടായതെന്താ? ആ ഒരു സ്ത്രീയോടുള്ള അമിതമായ ആസക്തി. മറ്റത് പാർവതിയോടുള്ള ഒരു ആസക്തി എന്ന് പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പാർവതിയോടൊരു ആസക്തി എന്നുള്ളത് പറയണില്ല കേട്ടോ. അത് മഹാത്മാക്കൾ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഒരു ഇച്ഛ എന്നുള്ളത്. അപ്പോൾ എങ്ങനെയായാലും നമ്മൾ ഈ ലൗകിക സുഖത്തോട് ഈശ്വരനിൽ നിന്നും ലൗകിക സുഖത്തിന് വേണ്ടിയിട്ട് എന്തു തന്നെ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഓരോരോ വഴിപാടുകൾ കഴിച്ചിട്ട് അത് ചെയ്തിട്ടും നമ്മുടെ ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനെ ആശ്രയിക്കുന്ന ഒരാൾ ആ ലൗകികത്തിൽ തന്നെ പെട്ടിട്ട് അതിൽ തന്നെ അവരുടെ ജീവിതം മനുഷ്യജന്മം നശിച്ചു പോവുകയാണ് ചെയ്യണത്. പിന്നെ വീണ്ടും ജനന മരണങ്ങളിലേക്ക് വീഴുകയാണ് ചെയ്യണത്. നമ്മുടെ പൂന്താനം മുത്തശ്ശൻ പറയണ പോലെ അല്ലേ, കാലമിന്നു കലിയുഗമല്ലയോ ഭാരതാമി പ്രദേശവുമല്ലയോ. അപ്പോൾ നമ്മളൊക്കെ മനുഷ്യരുമല്ലയോ എന്ന് പറയണില്ലേ. ആ മനുഷ്യനായിട്ട് ഭാരതഭൂമിയിൽ കലികാലത്ത് ഭാരതഭൂമിയിലെ മനുഷ്യനായിട്ട് വന്ന് പിറന്നിട്ട്
ആ മനുഷ്യജന്മം കൊണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിനല്ലാണ്ട് കേവലം നശ്വരങ്ങളായ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ഈ മൃഗങ്ങളെപ്പോലെ തിന്നും കുടിച്ചും മൈഥുനം ചെയ്തും അങ്ങനെ സുഖലോലുപരായിട്ട് കഴിഞ്ഞ് ആ ജീവർ ചത്തുപോകുന്നു. പാവം ശിവ ശിവ എന്നുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യണത്. ഇതൊക്കെ വെറുതെ ആണോ എന്ന് ഇന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ഈ പറയണതൊക്കെ അബദ്ധമാണ്, ഇതൊക്കെ കളവാണ്, ഇതൊക്കെ നുണയാണ് എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. കാരണം ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണ്. തെറ്റ് ചെയ്യണ മക്കള്, ആ മക്കൾക്ക് വേണ്ടിയിട്ടിതാ എന്താ ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടുല്ലേ, അകാലത്തിൽ മരണപ്പെട്ട കുട്ടിയുടെ അവരുടെ വീട്ടിലെ ദുഃഖം. ആ കുഞ്ഞുങ്ങളെ അങ്ങനെയാക്കിയിട്ട് പിന്നെ അവർ തെറ്റ് ചെയ്തിട്ട് വീണ്ടും അവരെ സംരക്ഷിക്കാൻ ആലോചിച്ച് നോക്കൂ. അവരെ ഇങ്ങനെ ആക്കി തീർത്തത് തന്നെ ആരാണ്? പിന്നെ അവരെ വീണ്ടും 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 തെറ്റിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താലും, എത്ര വലിയ തെറ്റ് ചെയ്താലും രക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും 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 തെറ്റിലേക്ക് തള്ളിവിട്ടിട്ട് അവനവനെ മാത്രമല്ല, അവരുടെ കുടുംബത്തെ മാത്രമല്ല, ശരിക്കും ഈ സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കുന്നു. രാവിലെ എഴുന്നേറ്റാൽ പറയാം എഴുന്നേറ്റു എന്ന്. ഏത് നിലയ്ക്കാണ് നമുക്ക് വന്നു ചേരുകയെന്നറിയില്ല. ഒന്നിനെതിരെ പ്രതികരിക്കാനൊന്നും പറ്റില്ല അല്ലേ? ഒന്നിനെതിരെ പ്രതികരിക്കാൻ പറ്റില്ല. ഇന്ന് പ്രതികരിച്ചാൽ നാളത്തെ അവസ്ഥ എന്താവും കണ്ടറിയണം. അപ്പം അതുകൊണ്ട് നമുക്കിതിനൊന്നുള്ള ശേഷിയും ഇല്ല. നമുക്കിതാ നമ്മളുടെ മനസ്സിനെ ശാന്തമാക്കിയിട്ട് സമാധാനമാക്കിയിട്ട് ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് അല്ലേ, ഓരോരുത്തരും ഞാൻ നന്നാവുന്നു, ഓരോരുത്തരും മറ്റുള്ളവരെ നന്നാക്കാനേ നമ്മൾ പോണ്ട, അവനവൻ നന്നാവും എന്ന് വിചാരിച്ച് ഓരോരുത്തരും പ്രവർത്തിച്ചാൽ പിന്നെ നന്നാവാൻ ആരുമില്ല. ഒരു വീട്ടിലുള്ള എല്ലാവരും വിചാരിക്കണേ ഞാൻ നന്നാവും, നാളെ മുതൽ ഞാൻ ആരോടും വഴക്കിന് പോണില്ല, നാളെ മുതൽ ഞാനിതാ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറും, ഞാൻ നാളെ മറ്റുള്ളവരോടൊക്കെ ആ സഹാനുഭൂതിയോടുകൂടി പെരുമാറും, ആര് എന്നെ ഇങ്ങോട്ട് എന്ത് ചെയ്താലും ഞാൻ അതിനെ പ്രതികരിക്കാൻ പോണില്ല. അങ്ങനെയെങ്കിലും നമ്മളൊരു തീരുമാനം എല്ലാവരും എടുത്താൽ, ആദ്യമൊക്കെ നമുക്ക് തോന്നും ഇവിടെ അതൊന്നും ശരിയാവില്ല എന്ന്. നമ്മുടെ ഈ മുല്ലൂർലിത്തേവരുടെ അമ്പലത്തിൽ തന്നെ ആദ്യത്തെ സപ്താഹം നടക്കുന്ന സമയത്ത് ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പറയാറുണ്ട് സപ്താഹം നടത്താമെന്ന്. അപ്പോഴൊന്നും ഒക്കെ പറയാൻ വെച്ചാൽ സപ്താഹം നടത്തിയ ആരുണ്ടാവും? നമ്മൾ അമ്പലത്തിൽ 2 പേരും ഉണ്ടാവും, പിന്നെ സുദർശന ഉണ്ടാവും കേൾക്കാൻ, വേറെ ആരും ഉണ്ടാവില്ല. ഇവിടെ ആരും നാട്ടുകാരും വരില്ല എന്ന് പറഞ്ഞു. ആദ്യത്തെ സപ്താഹം നടത്തിയപ്പോൾ പോലും അവർക്ക് ആ ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ജീവൻ അത് കേൾക്കാനായിട്ട് ഈശ്വരൻ നിയോഗിക്കണ ജീവന്മാരവിടെ വന്ന് പെടും. അവരത് കേൾക്കും, അത് ഉറപ്പാണ്. ഭഗവാന്റെ നിയോഗമാണ് അത്. നമ്മളായിട്ടല്ല ചെയ്യണേ, ഈശ്വരനായിട്ടാണ് ചെയ്യണേ. നമ്മളിലൂടെ ഈശ്വരൻ ആ നിർദ്ദേശം നമുക്ക് തരികയാണ്. ഭഗവാൻ അവിടെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്ഷേത്രത്തിലെ ക്ഷേത്രകലകളെ പ്രോത്സാഹിപ്പിക്കൂ, അങ്ങനെയുള്ള ക്ഷേത്രത്തോടനുബന്ധിച്ച കലാരൂപങ്ങൾ ഇതാ ഇവിടെ ചെയ്യൂ എന്ന് പറയുമ്പോൾ നാട്ടുകാരൊന്നും വരില്ല. ഞാൻ ചോദിക്കണേ, കുറേ ആൾക്കാരെ കൂട്ടിയിട്ട് അവരെയൊക്കെ കാണിച്ചിട്ട് അത് അങ്ങനെ എന്താണ് അതുകൊണ്ടൊരു പ്രയോജനം? ധനത്തിൻ്റെ പ്രയോജനം എന്തുകൊണ്ടാണ്? നമുക്കെന്താ വേണ്ടത്? ഉള്ളത് സന്തോഷമായിട്ട് സമാധാനമായിട്ട് എല്ലാവരിലേക്കും ഈശ്വര ചൈതന്യം, ക്ഷേത്ര ചൈതന്യം എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതല്ലേ. അത് ഈശ്വരൻ്റെ സങ്കല്പം പോലെ ആരിലേക്കൊക്കെ ചെന്നെത്തണം എന്ന് വെച്ചാൽ അവരൊക്കെ അവിടെ വന്നിരിക്കും. എത്രയോ വയസ്സായി അവർ ഗൃഹങ്ങളിലിരിക്കുന്നുണ്ട്, വെറുതെ ഒരു പണിയില്ലാണ്ട് വെറുതെ ഇരിക്കുന്നുണ്ട്. എത്രയോ പേരുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും ചില ഗൃഹങ്ങളിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കും, 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ അത്ര വലിയ പണികളൊന്നും ഇല്ലാത്ത ഗൃഹങ്ങളുണ്ട്. അവിടെ ഇരിക്കണ വയസ്സായവരുണ്ട്. ഇപ്പം മക്കൾ ജോലിക്ക് പോണ സമയത്താണെങ്കിൽ ആ കുട്ടികളെയൊക്കെ അവിടെ സപ്താഹമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ, നാമജപം നടക്കുന്നുണ്ടെങ്കിൽ അവിടെ കൊണ്ടുവന്നാക്കി അവിടെ ഇരുത്തിക്കൂ. അവർ കേൾക്കട്ടെ, അവർ അറിയട്ടെ. പക്ഷേ അങ്ങനെ കുട്ടികൾ കൊണ്ടുവന്നിരുത്താന്ന് പറഞ്ഞാൽ അമ്മമാർ പറയും ഞങ്ങൾക്ക് സീരിയൽ കാണണം, ഞങ്ങൾക്കിപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് എനിക്കിതൊക്കെ അറിയാം. ഭാഗവതത്തിലെ ഏത് കഥ വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളാം, ഞാൻ പറയാം എനിക്കിതൊക്കെ അറിയാം.
അറിയേണ്ട പോലെ അറിഞ്ഞു എന്ന് വിചാരിച്ചാൽ നമുക്ക് വീട്ടിലിരിക്കാൻ സാധിക്കില്ല, അടങ്ങിയിരിക്കാൻ സാധിക്കില്ല. ആരെങ്കിലും എവിടെങ്കിലും ഭാഗവതം പറയണ്ടെങ്കിൽ എവിടുന്നാ കിട്ടാൻ വഴി എന്ന് വെച്ചാൽ ഓരോരോ ഭാഗത്ത് കൂടി നമ്മൾ അത് കേൾക്കാനായിട്ട് കൊതിച്ച് അവിടേക്ക് ഓടിച്ചില്ല. ഏതെങ്കിലും പ്രകാരത്തിൽ നമ്മുടെ ആ ഇഷ്ടത്തിനനുസരിച്ച് ഭഗവാൻ ഓരോ ദിക്കിലും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കും, ഉറപ്പായിട്ടും എത്തിക്കും. അപ്പം അങ്ങനെയുള്ളൊരു ഇഷ്ടം നമ്മുടെ ഉള്ളിലുണ്ടാവണം. അപ്പോൾ അത് ആ ഭഗവാനോട് ചേർന്നിരിക്കുക വേണ്ട. ഇനിയെങ്കിലും ഇനി വരാനിരിക്കുന്നതെങ്കിലും ഇതൊക്കെ കണ്ട് ഭയപ്പെട്ടിട്ടെങ്കിലും ഒന്ന് ഭഗവാനോട് അടുക്കാനായിട്ട് തോന്നിയെങ്കിൽ അവർക്കതാ അങ്ങനെ ഒരിക്കലും ഒരു നിലയ്ക്കും അവർ നശിക്കില്ല, ഉറപ്പാണ്. അവർക്ക് ലൗകിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഉയർച്ചയൊക്കെ കുറഞ്ഞു എന്ന് വരും. പക്ഷേ അവർ മൂലം ഒരാളും ദുഃഖിക്കില്ല, അവർ മൂലം ഒരാളും നശിക്കില്ല, അവർ മൂലം ഒരാൾക്കും ഒരു ദോഷവും വരില്ല. ഈശ്വരനെ ഭജിക്കുന്നത് കൊണ്ട്, നാമം ജപിക്കുന്നത് കൊണ്ട് ഒരു ഗൃഹത്തിലും അനർത്ഥം ഉണ്ടാവില്ല, ഒരു ഗൃഹത്തിലും തമ്മിത്തല്ലുണ്ടാവില്ല. അതൊക്കെ ഉറപ്പാണ്. നമുക്ക് എല്ലാവർക്കും നാമം ജപിക്കാൻ സാധിക്കട്ടെ. നമ്മുടെ മുല്ലോർലി തേവരുടെ അമ്പലത്തിൽ ഏപ്രിൽ 14 തൊട്ടിട്ട് മഹാത്മ്യത്തോടു കൂടിയിട്ട് ശ്രീകണ്ഠേശ്വരൻ സോമവാര്യർ അദ്ദേഹത്തിൻ്റെ സപ്താഹം തുടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ അപ്പോൾ പലരും ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ആയിട്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ ബോംബെയിൽ നിന്ന് ബുക്ക് ചെയ്തവരുണ്ട്, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തവർ, അന്നൊക്കെ കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ട് കാത്തിരിക്കുന്നവരുണ്ട്. ഇവിടെ വന്ന് നിന്ന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ എങ്ങനെയെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് നമ്മൾ ഏർപ്പെട്ടു. അപ്പോൾ പല ദിക്കിന്നും നമ്മുടെ കേരളത്തിൽ നിന്ന് പുറത്തുള്ളവരൊക്കെ അത് അവിടെ വന്ന് കേൾക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നു. അപ്പോൾ ആര് വന്നാലും ഞങ്ങളിതാ വേണ്ടതുപോലെ നമ്മളുടെ പരിധിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് അവർ വേണ്ടതുപോലെ സ്വീകരിച്ച് ഞങ്ങളുടെ പരിധിക്കുള്ളിലുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാം എന്ന് അമ്പലത്തിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരോടും പറയുകയും ചെയ്തു, വരുന്നുണ്ടെങ്കിൽ നേരത്തെ അറിയിക്കണം, കാരണം താമസ സൗകര്യങ്ങൾ ഏർപ്പാടാക്കണം, അപ്പോൾ നേരത്തെ അറിയിക്കണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാനായിട്ട് സാധിക്കട്ടെ, എല്ലാവർക്കും വരാൻ സാധിക്കട്ടെ. സാധിക്കാത്തവർ അവരവരുടെ ഗൃഹങ്ങളിലിരുന്ന് നാമം ജപിക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ, എല്ലാവരുടെ മനസ്സിലും ശാന്തി സമാധാനം ഉണ്ടാവട്ടെ എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് കുംഭമാസത്തിലെ ഭരണിയാണ്, ഞങ്ങളുടെ കുറുമാലിക്കാവിലമ്മയുടെ ഭരണിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് വൈകിട്ട് കുറുമാലിക്കാവിൽ തൊഴാൻ പോകണം. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഈ വാക്കുകളൊക്കെ ഇവിടെ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുറച്ച് നാമം ജപിച്ചിട്ട് നമുക്ക് സമർപ്പിക്കാം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ,
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീ രാധേശ്യാം.